അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇനി ഒന്നും മറന്നു പോകില്ല. എല്ലാം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും. ഒരു ഫോട്ടോ എടുത്തു വെച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകും. അതുകൊണ്ട് ഓർമ്മക്കുറവുള്ള ആളുകൾ, എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്ന ആളുകൾ, അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും ലഭിക്കാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാൻ, തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത ഒരു ചെറിയ ദിക്റുമുണ്ട്. ഈ ദിക്റും നിങ്ങൾ എല്ലാ ദിവസവും ഒരു വട്ടം ചൊല്ലുകയും ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് എത്ര ഓർമ്മക്കുറവുള്ള ആളുകൾക്കും നല്ല ഓർമ്മശക്തിയും അതുപോലെ തന്നെ അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അത് നമ്മുടെ തലച്ചോറാണ്, നമ്മുടെ ബ്രെയിനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ തലച്ചോറിന് എന്തെങ്കിലും പണി കിട്ടിയാൽ, അതിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ എല്ലാം തീർന്നു. പിന്നീട് ഒന്നും പറയാനില്ല. ഒരു ജീവനുള്ള ശരീരം അങ്ങനെ നിൽക്കുന്നു എന്ന് പറയാം. അല്ലാതെ അവർക്ക് ദുനിയാവെന്താ, ആഖിറമെന്താ, ഇത് രാത്രിയാണോ പകലാണോ, ഇപ്പോൾ എന്താണ് നടക്കുന്നത്, സന്തോഷമെന്താണ്, ദുഃഖമെന്താണ്, ജീവിതം എന്താണ്, മരണം എന്താണ്, ഒന്നും തന്നെ അവർക്ക് അറിയാൻ സാധിക്കില്ല. അതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് തലച്ചോറ് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരും കരുതി വച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ലൈംഗിക അവയവം ഏതാണെന്ന് ചോദിച്ചാൽ പലരും പറയുക അത് ലിംഗമാണ്, യോനിയാണ് എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം അത് നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ തലച്ചോറിൽ നിന്നും ഉള്ള സിഗ്നൽ ലഭിക്കുമ്പോഴാണ് നമ്മുടെ ലൈംഗിക അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. ലൈംഗിക അവയവങ്ങൾ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ നിയന്ത്രണത്തിലാണ്. നല്ല ആരോഗ്യമുള്ള, നല്ല പ്രവർത്തനമുള്ള തലച്ചോറുള്ള മനുഷ്യരുടെ ലൈംഗിക ആരോഗ്യം മാത്രമല്ല, അവരുടെ ജീവിതം തന്നെ മനോഹരമായിരിക്കും, വലിയ വിജയമായിരിക്കും അവർക്കുണ്ടാകുക. എന്നാൽ നമുക്ക് മറവി സംഭവിക്കുമ്പോൾ, ഓർമ്മക്കുറവ് വരുമ്പോഴാണ് മനസ്സിലാകുക. അതായത് നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങുമ്പോൾ സാധനങ്ങൾ ഓർമ്മയിൽ വരുന്നില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചത് പരീക്ഷാ ഹാളിൽ നിന്നും ഓർമ്മയിൽ വരുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മുടെ തലച്ചോറിന് എന്തോ പണി കിട്ടിയിട്ടുണ്ട് എന്ന്. പ്രായമായവർക്ക് മാത്രമല്ല ഇത് സംഭവിക്കുന്നത്. ഈ തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ മറവി സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളിൽ വരുന്ന വിനിമയത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മോശമായ ജീവിത ശൈലിയുമാണ് ഇതിന് പ്രധാന കാരണം ആകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെയും ഒരു പരിഹാര മാർഗമായി നമ്മൾ മറന്നുപോയ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരാനും നമ്മുടെ തലച്ചോറിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറായി പ്രവർത്തിപ്പിക്കാനും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സൂപ്പർ വഴികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനുവേണ്ടി നമ്മൾ ജീവിതത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഓർമ്മകൾ തലച്ചോറിനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആഴത്തിലുള്ള ഉറക്കം നിർബന്ധമാണ്, അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ നല്ലതുപോലെ ഉറങ്ങുക. രാത്രി സമയം നിങ്ങൾ മൊബൈൽ ഫോണിൽ നോക്കാതെ, മറ്റ് പ്രവൃത്തികളിലേക്കൊന്നും പോകാതെ നേരത്തെ കിടന്നുറങ്ങുക. കഴിയുന്നതും നിങ്ങൾ രാത്രി 8 മണിക്ക് തന്നെ കിടന്ന് നേരത്തെ പ്രഭാതത്തിൽ എണീൽക്കുക. അത് നമ്മുടെ ശരീരത്തിൻ്റെയും നമ്മുടെ തലച്ചോറിൻ്റെയും ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ഇനി രണ്ടാമതായി, ശരീരത്തിലെ ജലാംശം നിലനിർത്തുക. ദാഹം വരുമ്പോൾ ഉടൻ തന്നെ വെള്ളം കുടിക്കുക. ദാഹം മാറുന്നത് വരെ നമ്മൾ വെള്ളം കുടിക്കുക. കാരണം ശരീരത്തിൽ നമ്മൾ ജലാംശം നിലനിർത്തുന്നത് കൊണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾ ഉന്മേഷത്തോടു കൂടി പ്രവർത്തിക്കാൻ അത് കാരണമാകും. ഇനി മൂന്നാമത്തേത്, നമ്മൾ
ദിവസവും മത്സ്യം കഴിക്കുക, പ്രധാനമായിട്ടും മത്തി, ചില നാടുകളിൽ ചാള എന്നൊക്കെ പറയും. ഈ മത്സ്യം നിങ്ങൾ ധാരാളം കഴിക്കുക. ഇനി മത്സ്യം നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ ദിവസവും ഒമേഗ 3 സപ്ലിമെൻറ്റുകൾ ദിവസവും 1 നിങ്ങൾ കഴിക്കുക. തലച്ചോറിൻ്റെ ഘടന നിലനിർത്തുന്നതിനും നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കാനും ഒമേഗ 3 സപ്ലിമെൻറ്റ് വളരെയധികം ഗുണം ചെയ്യും. ഇനി 4-മത്തേത്, ദിവസവും അരമണിക്കൂർ വേഗത്തിൽ നടക്കുക. അത് നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ തലച്ചോറിൻ്റെ ഹിപ്പോകാമ്പസ് എന്ന ഭാഗത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇനി 5-മത്തേത്, നമ്മുടെ ഭക്ഷണത്തിൽ നട്സും വിത്തുകളും ധാരാളം ഉപയോഗപ്പെടുത്തുക. വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയ വാൾനട്ട്, ബദാം ഇതൊക്കെയും നമ്മൾ കഴിക്കുന്നതിലൂടെ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഓർമ്മക്കുറവിനെ അത് തടയും. മാത്രമല്ല ചെറുപ്പക്കാർക്കൊക്കെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാൻ അത് കാരണമാകും. ഇനി 6-മത്തേത്, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ ഭാഷകൾ പഠിക്കുക. അത് നമ്മുടെ തലച്ചോറിൻ്റെ ന്യൂറോണുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വലിയ വ്യായാമമാണത്. തലച്ചോറിൻ്റെ ഒരു എക്സസൈസും കൂടിയാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, പുതിയ ഭാഷകളൊക്കെ പഠിക്കുന്നത്. ഇനി 7-മത്, സമ്മർദ്ദം കുറക്കാൻ വേണ്ടിയിട്ട്, ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ധ്യാനം ശീലിക്കുക. ധ്യാനം നമ്മൾ ശീലമാക്കുന്നതിലൂടെ കോർട്ടിസോളിൻ്റെ അളവ് കുറയുകയും നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കുകയും ചെയ്യും. ഇനി 8-മതായി, ഭക്ഷണത്തിൽ ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്തുക. അത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ്. ഇനി 9-മത്തേത്, പഞ്ചസാരയുടെ ഉപയോഗം അത് ഭക്ഷണത്തിൽ പരമാവധി കുറക്കുക. അമിതമായി പഞ്ചസാരയുടെ ഉപയോഗം രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് വ്യതിയാനപ്പെടുത്തുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് പഞ്ചസാര പരമാവധി കുറക്കുക. തലച്ചോറിൻ്റെ പ്രവർത്തനം എന്നല്ല, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പല രോഗങ്ങളും അതുകൊണ്ട് കയറി വരും. അതുകൊണ്ട് പഞ്ചസാര പരമാവധി നിങ്ങൾ ജീവിതത്തിൽ കുറക്കുക. ഇനി 10-മതായി, മഞ്ഞൾ ചേർത്ത ഭക്ഷണം കഴിക്കുക. മഞ്ഞൾ ചേർത്ത ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങൾ ഉത്തേജിപ്പിക്കാൻ അത് സഹായിക്കും. ഇനി 11-മത്തേത്, ചെസ്സുകൾ പോലത്തെ ബുദ്ധിപരമായിട്ടുള്ള കളികളിൽ ഏർപ്പെടുക. ഇത്തരം കളികളിൽ ഏർപ്പെടുന്നതിലൂടെ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും തന്ത്രങ്ങൾ മെനയാനും നമ്മുടെ തലച്ചോറിൻ്റെ ശേഷി വർദ്ധിക്കും. ഇനി 12-മത്തേത്, ഫ്രണ്ട്സുകളുമായിട്ട്, അതായത് സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ഇടപഴകുക. സജീവമായിട്ട് സുഹൃത്തുക്കളുമായിട്ടുള്ള ഇടപഴകൽ നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും നമ്മുടെ ഓർമ്മശക്തിയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. ഇനി 13-മത്തേത്, ബ്ലൂബെറി പോലെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ധാരാളം പഴം കഴിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ വീക്കം കുറക്കാൻ അത് സഹായിക്കുന്നു. ഇനി 14-മത്തേത്, ദിവസവും നമ്മൾ കുറച്ച് നേരം വെയിൽ കൊള്ളുക. ചുരുങ്ങിയതൊരു 15 മിനിറ്റെങ്കിലും നമ്മൾ വെയിൽ കൊള്ളണം. കാരണം വൈറ്റമിൻ ഡി ലഭിക്കുന്നത് തലച്ചോറിൻ്റെ കോശങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. 15-മത്തേത്, വായന നിലനിർത്തുക. വായന നിലനിർത്തുന്നതിലൂടെ അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ ഓർമ്മകളെ നിലനിർത്താൻ അത് സഹായിക്കുന്നു. ഇനി 16, മദ്യം, പുകയില പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക. ഇതിൻ്റെ ഉപയോഗത്തിലൂടെ നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളെ നേരിട്ട് ഇത് നശിപ്പിക്കുകയും മാത്രമല്ല ഗുരുതരമായിട്ട് വലിയ ഓർമ്മക്കുറവ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി 17-മത്തേത്, ഒരേ സമയം മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കി ഒരു കാര്യം മാത്രം ചെയ്യുക. ഒരേ സമയം നമ്മൾ ഒന്നിലധികം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും മാത്രമല്ല വേണ്ട രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ട് ഒരേ സമയം നിങ്ങൾ മൾട്ടി ടാസ്കിംഗ് ഒഴിവാക്കുക. അത് നമ്മുടെ തലച്ചോറിൻ്റെ ഓർമ്മശക്തിയെയും ചിന്താശേഷിയെയും ബാധിക്കുന്നതാണ്. ഇനി 18-മത്തേത്, അവോക്കാഡോ പഴം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം ഇതിലടങ്ങിയിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും നമ്മുടെ തലച്ചോറിൻ്റെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
ഇനി 20-ാമത്തേത് സംഗീതങ്ങൾ മനസ്സിനെ ശാന്തമാക്കുന്ന, സന്തോഷം കൊണ്ടുവരുന്ന സംഗീതം നമ്മൾ ധാരാളം കേൾക്കുക. സംഗീതം കേൾക്കുന്നതിലൂടെയും സംഗീതം പഠിക്കുന്നതിലൂടെയും തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമതയും അതുപോലെ സർഗ്ഗാത്മകതയും ഒരുപോലെ വർദ്ധിപ്പിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ഒരു ചെറിയ ഉച്ചയുറക്കം ഉറങ്ങുക. അതായത് ഒരു 30 മിനിറ്റ്, അരമണിക്കൂറെങ്കിലും ചെറിയ ഉറക്കം ഉറങ്ങുക. അത് നമ്മുടെ തലച്ചോറിനെ റീചാർജ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി 22-ാമത്തേത് ബ്രഹ്മി പോലെയുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുക. പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ബ്രഹ്മി ഉപയോഗിക്കുന്നതിലൂടെ ഓർമ്മശക്തി വർദ്ധിക്കാൻ അത് കാരണമാകുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട കഴിക്കുന്നത് ശീലമാക്കുക. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന ടോളിൻ എന്ന പോഷകം തലച്ചോറിൻ്റെ വികാസത്തിന് അത്യന്താപേക്ഷിതമാണ്. വളരെ നല്ലതാണ് മുട്ട നമ്മൾ ദിവസവും ഒരു 2 എണ്ണമെങ്കിലും കഴിക്കുന്നത്. ഇനി 25-ാമത്തേത് ഭക്ഷണത്തിൽ ധാരാളം തൈര് നമ്മൾ ഉപയോഗപ്പെടുത്തുക. കാരണം നമ്മുടെ വയറ്റിലുള്ള ബാക്ടീരിയകൾ തലച്ചോറുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദിവസവും തൈര് ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുക. ഇനി 26-ാമത്തേത് അമിതമായിട്ടല്ലാതെ പരിമിതമായിട്ട് കുറച്ച് കമ്പ്യൂട്ടർ ഗെയിമുകൾ നമ്മൾ ദിവസവും കളിക്കുക. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധയും പ്രതികരണ വേഗതയും വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടർ ഗെയിമുകൾ, ചില ഗെയിമുകളൊക്കെ നമ്മെ സഹായിക്കും. ഇനി നമ്മുടെ ജീവിതത്തിൽ വരുന്ന സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മുടെ തലച്ചോറിനെ പുതിയ രീതിയിൽ ചിന്തിക്കാൻ അത് പ്രേരിപ്പിക്കും. ഇനി 28-ാമത് നമ്മുടെ ശരീരഭാരം നിയന്ത്രിതമായി നിലനിർത്തുക. കാരണം അമിതവണ്ണം തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കാൻ കാരണമാകുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ അത് കാരണമാകും. ഇനി 30-ാമത്തേത് പ്രിയപ്പെട്ടവരെ, പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ നന്നായി ചിരിക്കുക. എപ്പോഴും എല്ലാവരോടും സ്നേഹത്തോടു കൂടി പുഞ്ചിരിക്കുക. പൊട്ടിച്ചിരിക്കാൻ കഴിയുന്നതെങ്കിൽ ചിരിക്കുക. ചിരി നല്ലതാണ്. ചിരി കാരണം നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും. തലച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. ചിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ എൻഡോർഫിനുകൾ പുറപ്പെടും. അത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ പൊട്ടിച്ചിരിക്കുന്ന ആളുകൾക്ക്, തമാശകൾ പറയുന്ന ആളുകൾക്കൊക്കെ നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമായിരിക്കും അവർക്ക്. അവർ ഒന്നും മറക്കില്ല. നല്ല ചിന്താശേഷിയായിരിക്കും അവർക്കുണ്ടാകുക. ചുരുക്കി പറഞ്ഞാൽ നല്ല സമാധാനത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് നല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് കൊണ്ട്, എന്തെങ്കിലും പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ എന്താണ് കരുതുക എന്നൊക്കെ കരുതി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ടെൻഷൻ അടിച്ച് വലിയ വിഷമത്തോടു കൂടി ഉള്ള സമാധാനം നഷ്ടപ്പെടുത്തി ജീവിക്കല്ലേ. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുമൊക്കെ വലിയ തകർച്ചയാണ് ഉണ്ടാകുക. നമ്മൾ എപ്പോഴും നല്ല സന്തോഷത്തോടു കൂടി എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ അതാണ് നല്ലത്. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതും നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടതും. അതുപോലെ നിങ്ങൾ പഴയകാല ഫോട്ടോകളും വീഡിയോകളും കാണുക. നിങ്ങളുടെ വിവാഹ ഫോട്ടോകൾ, സുഹൃത്തുക്കളുമായി നിൽക്കുന്ന ഫോട്ടോകൾ, വീഡിയോകൾ ഇതൊക്കെയും കാണുന്നത് നിങ്ങളുടെ തലച്ചോറിൻ്റെ സർക്യൂട്ടുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. നമ്മുടെ ചെറുപ്പകാലത്തെ മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ, കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ, ഈ ഫോട്ടോയൊക്കെ കണ്ട് നമ്മൾ അയവിറക്കിയാൽ നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിക്കും. നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനി നിങ്ങൾ കാപ്പി കുടിക്കുന്നത് കുറക്കുക. കാപ്പി കുടിക്കുന്നതിലൂടെ താൽക്കാലികമായി ശ്രദ്ധ വർദ്ധിക്കുമെങ്കിലും അമിതമാകരുത്. ഇനി 34-ാമത്തേത് പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുക. പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും അത് നിങ്ങളുടെ തലച്ചോറുകളിൽ പുതിയ പാതകൾ സൃഷ്ടിക്കാൻ അത് കാരണമാകും. ഇനി നിങ്ങൾ വായിക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ വായിക്കുക. അതായത് നമ്മുടെ കേൾവിയിലൂടെയും നമ്മുടെ കാഴ്ചയിലൂടെയും നമുക്ക് കിട്ടുന്ന അറിവുകൾ ദീർഘകാലം നമ്മുടെ തലച്ചോറിന് അത് ഓർമ്മിക്കാൻ സഹായിക്കും.
ഇനി ഓരോ കാര്യങ്ങൾ നിങ്ങൾ ദൃശ്യവൽക്കരിക്കുക. അതായത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു ചിത്രരൂപങ്ങളായി നമ്മുടെ മനസ്സിൽ കരുതിയാൽ അത് നമ്മൾ മറക്കില്ല. നമ്മുടെ തലച്ചോറിന് അത് എന്നും ഓർത്തെടുക്കാൻ സാധിക്കും. ഇനി 37 നമ്മൾ പതിവായി യോഗ ചെയ്യുക. കാരണം ശ്വസനക്രിയകളും ആസനങ്ങളും നമ്മുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും തലച്ചോറിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുന്നു. ഇനി 38-ാമത്തേത് രക്തസമ്മർദ്ദം കുറക്കുക. രക്തസമ്മർദ്ദം കൂടിയാൽ നമ്മുടെ തലച്ചോറിലെ ചെറിയ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതാണ്. ഇനി പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ആപ്പിൾ കഴിക്കുക. അതുപോലെ തന്നെ പേരക്ക, അടക്കാപ്പഴം, ഈ പഴം കഴിക്കുക. ഇത് നമ്മുടെ തലച്ചോറിന് ധാരാളം നാരുകൾ നൽകുന്നൊരു പഴമാണ്. 40-ാമത്തേത് പുതിയ വഴികൾ കണ്ടെത്തുക. പുതിയ വഴികൾ കണ്ടെത്തുന്നത് തലച്ചോറിനെ സജീവമാക്കാൻ അത് കാരണമാകും. ഇനി നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, എന്നും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മൾ എഴുതുമ്പോൾ അത് ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഒരു പേനയെടുത്ത് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നതാണ്. അത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും. എന്നും നമുക്ക് നമ്മുടെ തലച്ചോറിനത് ഓർത്തെടുക്കാൻ സാധിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനി നമ്മൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, വിവരിച്ചു കൊടുക്കുക. നമ്മുടെ അറിവുകൾ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് നിങ്ങളുടെ അറിവ് ഉറപ്പിക്കാൻ കാരണമാകും. മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ പ്രിയപ്പെട്ടവരെ അതിന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പ്രതിഫലമാണ് നൽകാൻ പോകുന്നത്. ഇനി 43-ാമത്തേത് ശുദ്ധവായു ശ്വസിക്കുക. മലിനീകരണം കുറഞ്ഞ സ്ഥലത്ത് നമ്മൾ സമയം ചിലവഴിക്കുന്നത്, നിൽക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ്. മാത്രമല്ല ഉപ്പും എണ്ണയും അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പരമാവധി കുറക്കുക. കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണം നമ്മൾ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ അത് നശിപ്പിക്കുകയും നമ്മുടെ ഓർമ്മശക്തി നശിപ്പിക്കുകയും ചെയ്യും. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ നല്ലതാണ്. അതായത് മാനസികമായിട്ടുള്ള സംതൃപ്തി നമ്മുടെ തലച്ചോറിലെ നല്ല ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ അത് കാരണമാകും. ഇനി രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തെടുക്കുക. ഇത് നിങ്ങളുടെ തലച്ചോറിൻ്റെ കോശങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവുകയും ചെയ്യും. ഇനി നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ കാൽക്കുലേറ്റർ എടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ തല കൊണ്ട് ചെയ്യുക. അത് നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തും. ഇനി 50-ാമത്തേത് പാട്ട് പാടാൻ ശ്രമിക്കുക, പാട്ടുകൾ കേൾക്കുക. ഇതൊക്കെയും നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. മാത്രമല്ല നമ്മുടെ തലച്ചോറിന് നല്ലൊരു വ്യായാമമാണ് പാട്ടുകൾ നമ്മൾ പാടാൻ ശ്രമിക്കുന്നതൊക്കെ. അതുപോലെ ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മൾ കഴിക്കണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അത് തലച്ചോറിലെ വിനിയമങ്ങൾ ശരിയായി നടക്കാൻ പ്രോട്ടീൻ അത്യാവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രധാനമായിട്ടും കുറച്ചു നേരം പ്രകൃതിയിൽ സമയം ചിലവഴിക്കണം. പ്രകൃതിയുടെ പച്ചപ്പും പ്രകൃതിയുടെ ഭംഗിയും നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഒരുപോലെ തെളിച്ചം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതുവരെ പറഞ്ഞു തന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നുന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ വലിയ ഫലം അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും. തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. മാത്രമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. അതോടൊപ്പം നമ്മുടെ ജീവിതവും വലിയ വിജയത്തിലേക്കെത്തും. കാരണം നമ്മുടെ എല്ലാത്തിൻ്റെയും വിജയം നമ്മുടെ തലച്ചോറാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിർബന്ധമായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓർമ്മശക്തി ഉണ്ടാകാൻ, നമ്മുടെ തലച്ചോറ് നല്ലതുപോലെ പ്രവർത്തിക്കാൻ, തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഒരു കാര്യവും മറന്നു പോകാതിരിക്കാൻ, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓർമ്മയിൽ വരാൻ
ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു വലിയ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന നിങ്ങൾ ഒരു പ്രാവശ്യം എല്ലാ ദിവസവും നിങ്ങൾ പറയുക. ഏതാണ് ആ പ്രാർത്ഥന? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഈ ഒരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം പറയുകയും ചെയ്യുക. അതുകൊണ്ട് ഈ പ്രാർത്ഥന ഒരു വട്ടം പറയുന്നതിനോടൊപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഓർമ്മ എന്നുള്ളത് അതൊരു കഴിവല്ല, അത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ശീലമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും മറവി എന്നുള്ള ആ വില്ലനെ തുരത്തി തെളിഞ്ഞ ബുദ്ധിയോടുകൂടി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.